മുടിയും മീശ എങ്ങനെയുണ്ട്? ഒരു കമലഹാസന്റെ ചായ ഇല്ലേ? സാർ, we are on. ഓ സ്വാഗതം. കേരള നെറ്റ് TV നിങ്ങൾക്ക് ഒന്നുകൂടെ അവതരിപ്പിക്കുന്നു ഓൺ ദ സ്റ്റാർസ്, an inside look into മലയാള സിനിമാസ് നമ്പർ 1 മെഗാ സ്റ്റാർസ്. ഞാനാ നിങ്ങളുടെ ഹോസ്റ്റ് ജോർജ് തുമ്പേൽ ജൂനിയർ. ആദ്യം നസീർ ഉണ്ടായിരുന്നു, പിന്നീട് മോഹൻലാലും മമ്മൂട്ടിയും ഉണ്ടായി. ഇപ്പോൾ അവരെ എല്ലാം കടത്തി വെട്ടി ഒരു പുതിയ മെഗാ സൂപ്പർ സ്റ്റാർ പ്രേം പൂവാലൻ കുമാർ, അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലെ യൂത്ത് സ്നേഹത്തോട് വിളിക്കുന്ന പോലെ PPK. ഈ ചലച്ചിത്ര സൂപ്പർ താരത്തിന്റെ ചരിത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം മിസ്റ്റർ കുമാർ. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ഉള്ള ഒരു ചോദ്യമാണ്, ആരാണ് പ്രേം പൂവാലൻ കുമാർ? അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളോട്ട് കടക്കാം. ബിജു ഫ്രം കോട്ടയം നമുക്കൊരു SMS അയച്ചായിരുന്നു. അവന്റെ ചോദ്യം, എന്താണ് ആക്ടിങ്? വാട്ട് ഈസ് ആക്ടിങ്? അതാണ് ഈ ആക്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വില്യം ഷേക്സ്പിയർ പണ്ട് പറഞ്ഞായിരുന്നു, ടു ഡു ഓർ നോട്ട് ടു ഡു, അതാണ് ആൻസർ. എൻ്റെ ഈ ആദ്യത്തെ പാഠത്തില ഞാനത് ശരിക്കും അവതരിപ്പിക്കുന്നത്. അങ്ങോട്ട് പോ. അടുത്ത വേഗം വാ. സാറേ, ഒരു ജോലി നോക്കുമായിരുന്നു. താന്റെ യൂണിയൻ കാർഡ് എവിടെ? യൂണിയൻ കാർഡോ? PPTയോ OPTയോ? ഏയ്, ഞാൻ യൂണിയനിലല്ല. അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലിയില്ല. പോ 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 പോ. ഇത് ആൾക്കാരാ, കഷ്ടമുണ്ട്. സാറേ ഒരു ജോലി നോക്കുമായിരുന്നു. താൻ ഏത് യൂണിയനില്ല? യൂണിയനോ? യൂണിയൻ എന്ന് പറഞ്ഞ എടോ OPTയോ PPTയോ വെച്ചാ? സാറേ, അങ്ങനെ യൂണിയൻ എനിക്കൊന്നും ഇല്ല. അന്ന് ഇവിടെ ജോലിയില്ല, പൊക്കോ. അങ്ങനെ ഞാൻ ജോലി റെഡി ആയി. പൊക്കോ. ഇങ്ങനൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ. ഗൾഫിൽ പോയിരിക്കുക, എന്റെ കടയിൽ നോക്കാവോ? സമ്മതിച്ചല്ലോ? സമ്മതിച്ചു. ഒരു തംസ് അപ്പ്, ഒരു വെള്ളം. ഇവനാ മറ്റേ യൂണിയൻ കാർഡിന്റെ ആളല്ലായിരുന്നോ? വെച്ച തരാം അവനെ. സാറേ, OPTയോ PPTയോ? അത് അറിഞ്ഞിട്ട് എന്താ എടുക്കാനാ? അന്ന് ഇവിടെ തംസപ്പും വെള്ളവും ഇല്ല. PPK കഴിഞ്ഞ 9 വർഷത്തിൽ എല്ലാ വർഷവും സിനിമ കിട്ടിയിട്ടുള്ള അവാർഡാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ്. അതെ, അതില് എനിക്ക് ബെസ്റ്റ് മലയാളം ഡയലോഗും അവാർഡ് കിട്ടിയിട്ടുണ്ട്. ശരി. അതില് പിന്നെ ബെസ്റ്റ് ഇംഗ്ലീഷ് ഡയലോഗ് അവാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ശരിയാ, കറക്റ്റ്. അത് പിന്നെ എനിക്ക് 10 വർഷം കിട്ടേണ്ടതായിരുന്നു. മോഹൻലാലാ 10ാമത്തെ അടിച്ചോണ്ട് പോയത്. ആ ലിസ്റ്റിൽ നിന്നുള്ള 2 ഹിറ്റ് ഫിലിമിന്റെ ക്ലിപ്പ് നമ്മളുടെ കയ്യിലുണ്ട്, നമുക്കൊന്ന് കാണാം. എൻ്റെ പേര് ജോൺ ക്രിസ്റ്റഫർ.
മലയാള സിനിമയില് ക്രിസ്ത്യാനികളുടെ സൽപ്പേര് രക്ഷിക്കാനാണ് ഞാൻ വന്നത്. സാറേ, ഞാൻ നിരപരാധിയാണ്. ഈ ദുനിയാവിലോ ഈ ലോകത്തിലോ ഈ കോടതിയിലോ ഈ പെണ്ണാരെ കൊന്നിട്ടില്ല. എന്നെ സഹായിക്കണം. ഏതെങ്കിലും ഒരു വക്കീലുണ്ടോ? ഞാൻ നിരപരാധിയാണ്. യുവർ ഓണർ, സത്യം ബോധിപ്പിക്കാനാണ് ഞാൻ ഈ കോടതി വന്നത്. മിസ്റ്റർ മുഹമ്മദ് അലി, താനാണ് അവനെ വെടിവെച്ചത്. താനാണ് അവനെ വെടിവെച്ചത്. താനാണ് അവനെ വെടിവെച്ചത്. താനാണ് അവനെ വെടിവെച്ച് കൊന്നത്. പറ, ആണോ? PPK ഒരുപാട് എപ്പിക് ലവ് സ്റ്റോറീസിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ടിജി ഫ്രം എറണാകുളം ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. അവള് പറയുന്നു, PPK, you are a classic romantic. ടിൻഡു മോനെ, ആ ക്ലിപ്പ് ഒന്ന് റോൾ ചെയ്ത്. കർത്തമ്മേ, എന്നോട് ഇഷ്ടമാണോ? എന്നോട് മാത്രം? അതെ. ഓഹോ, എന്തൊരു റൊമാൻസ്. പ്രേം പൂവാലൻ. ചുമ്മാതല്ല പേരിട്ടിരിക്കുന്ന. സിനിമകൾ കൂടാതെ PPK ഒത്തിരി ചാരിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് 2 വാക്കുകളൊന്ന് പറയാവോ? യെസ്. അതാണെങ്കിൽ ഈ പ്രേം പൂവാലൻ കുമാർ ഫൗണ്ടേഷൻ 2005 തുടങ്ങിയത്. അതാണെങ്കിൽ ഈ അൺഫോർച്ചുനേറ്റ് പിള്ളേർക്ക് വേണ്ടി ഒരു സഹായം കൊടുക്കാൻ ഉള്ള ഒരു മാർഗം. That's all. പിള്ളേര് അവരുടെ ഭാവിയിൽ നമ്മൾ താല്പര്യം കാണിക്കേണ്ടത്. നിങ്ങളുടെ സഹായത്തോട് ഒരു $300 കോൺട്രിബ്യൂഷൻ കൊടുത്താൽ ഈ പിഞ്ചു പയ്യങ്ങളോട് ഒരു പുതിയ PlayStation 3 വാങ്ങിച്ചു കൊടുക്കാം. അവനക്ക് എന്താ വേണ്ടിയത്? ഒരു എക്സ്ബോക്സ്. അതാ ഈ പിഞ്ചു മനസ്സിന് വേണ്ടി. പ്രേം പൂവാലൻ കുമാർ ഫൗണ്ടേഷൻ, അതിൽ 90% അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സിനാ പോകുന്നത്. ഓക്കേ? ഈ ഫിലിമിനെ കുറിച്ച് ഞങ്ങളൊന്ന് സൂചിപ്പിക്കാമോ? ഫിലിമിന്റെ പേര് മൈൻഡ് യുവർ വേർഡ്സ്. അതിൽ മോസ്റ്റ് ഡെഫിനറ്റ്ലി ഞാനാ നായകൻ. ഒരുപാട് ക്രിറ്റിക്സ് പറയുന്നുണ്ട് PPKയുടെ ലാസ്റ്റ് 5 ഫിലിംസ് they were a flop. എങ്ങനെ ഈ ഫിലിം ആ റെപ്യൂട്ടേഷനെ രക്ഷിക്കാൻ പോകുന്നത്? അത് 2 പോയിന്റ് ഉണ്ട്. ആദ്യത്തെ, ഈ ഫിലിം മൊത്തം ഇംപ്രവൈസ്ഡ്. അത് പറഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് തന്നെയാ ഈ ഡയലോഗ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ്, ഞാൻ ഈ ഫിലിം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ഒന്നാന്തരം സംവിധായകന്റെ കൂട്ടത്തില. ശ്രീ രായൻ, ശ്രീ പാമ്പാടി രായൻ. അതെ, ശ്രീ പാമ്പാടി രായൻ ഒരു റിനൗണ്ട് ഫിഗറാണ്. അയാള് PPKയുടെ ഒരുപാട് ഫിലിമും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ ക്ലിപ്പ് ഒന്ന് കാണിച്ചേ. ഞാൻ പറയുന്ന എന്തിനാൽ
ഇതാണ് ഏറ്റവും മികച്ച മലയാള ചിത്രം. This is a co-production between a Malayalam film production company and an American film production company. നമുക്ക് ഒരു മെഗസ്റ്റാർ കാസ്റ്റ്, മെഗസ്റ്റാർ ഡയറക്ടർ, അത് ഞാൻ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമുക്ക് നമ്മുടെ മെഗസ്റ്റാർ ചലച്ചിത്രം സൂപ്പർ സ്റ്റാർ PPK ഉണ്ട്. ക്രിസ്ത്യാനികൾ പറയുന്നു BC and AD, അത് ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ്. ഇനിയും നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ 2 കാലം ഉണ്ടായിരിക്കും. അത് BPK ആൻഡ് APPK. നിങ്ങൾക്ക് മനസ്സിലായോ? PPKയുടെ കോസ്റ്റാറാണ് ഏലിയാസ് ഇസ്മയിൽ അയർ. ക്രിറ്റിക്സ് പറയുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾറെഡി നോമിനേഷൻ കിട്ടിയിട്ടുണ്ട് ഫോർ ദി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ. യെസ്, അവനൊരു ടാലന്റഡ് ആക്ടറാ. അവന്റെ കുടുംബം മുഴുവനും ആക്ടേഴ്സാ. അവന്റെ അച്ഛനും മുത്തശ്ശിയും എല്ലാം ആക്ടേഴ്സാ. പക്ഷെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറിച്ച് പറയുമ്പോൾ ഇച്ചിരി ഡിഫറെന്റ്. അതാണെങ്കിൽ ഞാൻ തിരുവല്ല കോളേജ് ഓഫ് ആക്ടിങ്ങിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. രാത്രി ഓട്ടോറിക്ഷ ഓടിച്ച കോളേജ് ചെലവ് കൊടുത്ത് ഭക്ഷണവും ഞാൻ വീട്ടിൽ കഴിച്ചത്. ഞാൻ വളരെ കഷ്ടപ്പെട്ട ഈ ഒരു ആക്ടിങ് കരിയർ ഞാൻ ഉണ്ടാക്കിയത്. നേരത്തെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു ടു ക്യാച്ച് അപ്പ് വിത്ത് മിസ്റ്റർ ഏലിയാസ് ഇസ്മയിൽ അയർ. ടിൻഡുമോനെ ആ ക്ലിപ്പ് ഒന്ന് വെച്ചേ. സാറേ അവൻ വന്നു. ഹലോ, നമസ്കാരം സാറേ. സാർ അവിടെ പോയിരിക്കുമായിരുന്നു? ജിമ്മ്. ഞാനും പൃഥ്വിരാജ്. അതെ, ഞാനും പൃഥ്വിരാജ് ഡെയിലി ജിമ്മ് വരെ പോകുന്ന. സാറിന്റെ പുതിയ ഫിലിം മൈൻഡ് യുവർ വേർഡ്സില് ഏലിയാസിന്റെ കോസ്റ്റാർ PPK കുറിച്ച് വല്ല അഭിപ്രായം ഉണ്ടോ? ഇത് ഞാൻ പറയാം. മലയാള സിനിമയിൽ ഒരു മാൻഡറ്റോറി റിട്ടയർമെന്റ് ഏജ് ആവശ്യമാണ്. വയർ ചാടി ഡാൻസ് കളിച്ച് റണ്ണിങ് അറൗണ്ട് ദിസ് ഹീറോയിൻസ് ഫോർ ഹാഫ് യുവർ ഏജ്. ഈ കാലത്തിൽ അതിനൊരു റെലവൻസ് ഇല്ല. കോടികൾ ഉണ്ടാക്കി കുറച്ച് പണമുണ്ടാക്കി എവിടാണ്ട് പോയി റിട്ടയർ ചെയ്യേ. ഇത് നമ്മൾ ഈ ചെറുപ്പക്കാരുടെ ഒരു തൊഴിലാണ്. ശരി സാറേ, ഒരു മൈൻഡ് യുവർ വേർഡ്സിനെ കുറിച്ച് വേറെ ഒരു സോറി, ഐ ഹാവ് ടു ഗെറ്റ് ഗോയിങ് പ്ലീസ്. ഈ ഇവിടെ കേട്ടല്ലോ, ബാക്ക് ടു യു. അതോടെ നമ്മുടെ സമയം തീർന്നു. താങ്ക് യു മിസ്റ്റർ PPK ആൻഡ് ബെസ്റ്റ് വിഷസ്. താങ്ക് യു. കേരള നെറ്റ് TV നിങ്ങൾക്ക് ഒന്നുകൂടെ അവതരിപ്പിക്കുന്നു ഓൺ ദ സ്റ്റാർസ്, a backstage pass, an inside look into the making of Mind Your Words. Come on!